അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രിയിലെ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അമൈൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പിലത്തേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പഠിക്കാൻ നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന വീഡിയോകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വരും വീഡിയോകൾ അത് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അമൈൻസ്, NH2 എന്ന് പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണ് അമൈൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമുക്കപ്പോൾ ആ ചാപ്റ്ററിലേക്ക് കയറാം. ആദ്യമായിട്ട് സ്ട്രക്ചർ ഓഫ് അമൈൻസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ് പോകുന്നത്. അമൈൻ RNH2, നൈട്രജൻ്റെ മുകളിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അമൈൻസ്. ഇനി അത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതിന് അമോണിയയുടെ കൂട്ട് തന്നെയുള്ള സ്ട്രക്ചറൊക്കെയാണ്. നൈട്രജൻ ട്രൈവാലൻ്റ്, അതുപോലെ RNH2 എന്ന് പറയുന്ന സ്ട്രക്ചറാണ് അമൈനിൻ്റെ. അവിടെ ട്രൈവാലൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കിടക്കുന്നത്. നൈട്രജന് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. നൈട്രജൻ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ പിരമിഡൽ ഷേപ്പാണ് RNH2വിന് ഉള്ളത്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ആദ്യത്തെ പേജിൽ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അവിടെയും കുറച്ച് പടങ്ങൾ. പിരമിഡൽ ഷേപ്പ് ഓഫ് ട്രൈമിഥൈൽ അമൈൻ. അപ്പം അതിനൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ. സിമ്പിളായിട്ട് എങ്ങനെയാണ് പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ എന്നത് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. RNH2 നൈട്രജൻ്റെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഓർഗാനിക് ഗ്രൂപ്പ്. അതിന് പ്രൈമറി അമൈൻ എന്ന് പറയും. അടുത്ത സെക്കൻഡറി അമൈൻ നോക്കാം. അതെന്ന് വെച്ചാൽ NH2 ഒരു ഹൈഡ്രജൻ എടുത്ത് മാറ്റിയിട്ട് ഒരു ബൾക്കി ഗ്രൂപ്പ് അല്ലെങ്കിൽ R ഗ്രൂപ്പ് കൂടി കടന്നു വന്നിരിക്കുന്നു. അതിന് സെക്കൻഡറി അമൈൻ എന്ന് പറയും. അടുത്ത ടെർഷറി അമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് R3N എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം ടെർഷറി അമൈൻ. അപ്പം പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ എന്ന് പറയുന്ന 3 സാധനങ്ങളെയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ആ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. R ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ചാണ് പ്രൈമറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സെക്കൻഡറി അമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ടെർഷറി എന്ന് പറയുമ്പോഴത്തേക്ക് 3 R ഗ്രൂപ്പ് സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ടെർഷറി അമൈൻ. അടുത്ത നോമൻക്ലേച്ചർ ഓഫ് അമൈൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാം, ആൽക്കൈൽ അമൈൻ എന്ന് പറയുന്ന ആ ഒരു IUPAC നെയിമാണ് അമൈൻ ഉള്ളത്. എന്താണ്? ആൽക്കൈൽ അമൈൻ. IUPAC നെയിം ആൽക്കൈൽ അമൈൻ എന്നാണ്. ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇതാണ്ട് ഇത് കണ്ടോ, CH3CH2 NH2 ആദ്യത്തെ കോമ്പൗണ്ട്. അതിൻ്റെ IUPAC നെയിം നോക്കേ, ഈഥെയ്ൻ അമൈൻ. ഇവിടെ ഒരു ഈഥെയ്ൻ ഗ്രൂപ്പ് ഉണ്ട്, CH3CH2. അവിടെ ഒരു അമൈൻ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ പറയും ഈഥെയ്ൻ അമൈൻ. ആൽക്കൈൽ അമൈൻ എന്നാണ് അതിൻ്റെ IUPAC നെയിം. അപ്പോൾ ഇവിടെ ആൽക്കൈന് പകരം ഈഥെയ്ൻ അമൈൻ. അപ്പം ഈഥെയ്ൻ അമൈൻ. അടുത്തേം കൂടെ ഒന്ന് നോക്കിക്കുക, CH3CH2CH2. അവിടെ മെത് പ്രൊപ്പൈൻ അമൈൻ എന്ന് വായിക്കാം. പ്രൊപ്പൈൻ 1 അമൈൻ. ഫസ്റ്റ് പൊസിഷനിലാണ് NH3 ഇരിക്കുന്നത്. അത് വരാനുള്ള കാരണം NH2 എന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കാർബൺ നെയിമിങ്ങിന് 1 കൊടുക്കണം. അപ്പോൾ പ്രൊപ്പൈൻ 1 അമൈൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നെയിമിങ്ങിൻ്റെ ഓരോ സ്ട്രക്ചറും പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അമൈൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. നൈട്രോ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ NO2 ഗ്രൂപ്പ്സ് ആണ്. NO2 ഗ്രൂപ്പ്സിനെ റിഡക്ഷൻ നടത്തിയാൽ NH2 ഗ്രൂപ്പായിട്ട് മാറും. 2 എക്സാമ്പിൾ എഴുതിയേക്കുന്ന കണ്ടോ. നൈട്രോ ബെൻസീൻ എന്ന് പറയുന്ന സാധനത്തിനെ H2 ബാർ പലൈഡിയം എത്തനോൾ, H2PD എത്തനോൾ എന്ന് പറയുന്ന ആ ഒരു കോമ്പോസിഷനിൽ കൊടുത്താൽ അമിനോ ബെൻസീൻ ആയിട്ട് മാറും. അമിനോ ബെൻസീന് അനിലിൻ എന്നാണ് പറയുന്നത്. അതുപോലെ നൈട്രോ ബെൻസീനെ SN+HCl അല്ലെങ്കിൽ Fa+HCl എന്ന് വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമിനോ ബെൻസീൻ കിട്ടും.
ഇത് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് പേപ്പർ ഒന്ന് എടുക്കുക, ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ എടുക്കുക. പെൻസിലും കൊണ്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി അഡ്വാൻസ്. അപ്പോഴൊന്ന് ജസ്റ്റ് 2 പ്രാവശ്യം എഴുതി പഠിക്കുമ്പോഴത്തേക്ക് ഇത് ബൈ ഹാർട്ടാവും. ഓർഗാനിക് കെമിസ്ട്രി ആണ്, അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് മറന്നു പോവുകയും ചെയ്യും. അടുത്ത രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഓഫ് അമൈൻസ് ആണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അതെന്താണെന്ന് സിമ്പിളായിട്ട് നമുക്കങ്ങ് പറയാം. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, അതായത് ഒരു അമോണിയ എടുത്തു. അമോണോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അമോണിയ എന്നല്ലേ മനസ്സിൽ വരുന്നത്. അപ്പോൾ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ അമോണിയ എടുത്തിട്ട് ആൽക്കൈൽ ഹാലൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ RX ആണ്. ഓക്കെ, എക്സ് എന്ന് വെച്ചാൽ ഹാലജൻ, R എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പം ആൽക്കൈൽ ഹാലൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പം അമോണിയ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 6 കയറിയ NH3 അവിടെ വന്നിട്ട് ഒരു ഹൈഡ്രജനെ എടുത്ത് മാറ്റിയിട്ട് RNH2 എന്ന് പറയുന്ന സ്ട്രക്ചറാവും. ആ RNH2നെ എഗെയിൻ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ R2NH ആവും. അടുത്തത് എഗെയിൻ RX വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് R3N ആവും, ടെർഷ്യറി സ്ട്രക്ചർ ആവും. അടുത്ത R3Nനെ എഗെയിൻ RX വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് R4N+X- എന്ന് പറയുന്ന സ്ട്രക്ചർ ആവും. എന്ന് പറയുന്നവരാണ് ക്വറ്റർണറി അമോണിയം സാൾട്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രൈമറി അമൈൻ കിട്ടി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെക്കൻഡറി അമൈൻ കിട്ടി, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ടെർഷ്യറി അമൈൻ കിട്ടി, നാലാമത്തെ സ്റ്റെപ്പിൽ ക്വറ്റർണറി അമോണിയം സാൾട്ട് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ടെക്സ്റ്റിലും അതേപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് റിഡക്ഷൻ ഓഫ് നൈട്രൽസ്. സയനൈഡ് എന്ന് പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണ് നൈട്രൈൽ. അപ്പം നൈട്രൈൽ CNനെ C∼N റിഡക്ഷൻ നടത്തിയാൽ NH2 ആക്കി മാറ്റാൻ പറ്റും. CN ആ റെഡിൽ എഴുതിയേക്കുന്നുണ്ടോ, CN മാറിയിട്ട് NH2 വന്നേക്കുന്നു. അപ്പം H2⁻Ni സോഡിയം അമാൽഗം ഇൻ എത്തനോൾ. അപ്പം ആ ഒരു കോമ്പോസിഷനിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ RCN എന്ന് പറയുന്ന സാധനം RCH2NH2 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അമൈഡിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് അമീൻ കിട്ടും. അപ്പം റെഡ്യൂസിങ് ഏജൻറ്റ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്നാണ് പറയുന്നത്. അമൈഡിൻ്റെ കെമിക്കൽ ഫോർമുല CONH2 എന്ന് പറയുന്ന സാധനമാണ്. CONH2 എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് NH2 മാത്രം ആവുന്നതിന് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ചെയ്താലും മതി. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ദെൻ ഹൈഡ്രോളിസിസ് കൂടെ നടത്തിയാൽ അമൈൻ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം അടുത്ത പ്രിപ്പറേഷനാണ് ഗബ്രിയൽസ് താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന സാധനം. താലിമൈഡ് എന്നതിൻ്റെ സ്ട്രക്ചർ കണ്ടോ? ഇത് എഴുതി പഠിക്കേണ്ട ഒരു റിയാക്ഷനാണ്. ആദ്യമായിട്ട് താലിമൈഡ് എന്ന് പറയുന്ന സാധനം KOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. KOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് NH പറയുന്ന സാധനത്തിലെ H പോയിട്ട് അവിടെ K+N- എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും. അതിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ K മാറിയിട്ട് അവിടെ R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരും. ആൽക്കൈൽ താലിമൈഡ് ഫോം ചെയ്യും. എന്നിട്ട് ആൽക്കൈൽ താലിമൈഡ് ഫോം ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രണ്ടിടത്തും ONA എന്ന് പറയുന്ന ഒരു ആൽക്കോക്സൈഡ് രീതിയിൽ ഇപ്പം സോഡിയം Na+O- എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറുകയും അടുത്തതിൻ്റെ ഇതായിട്ട് പ്രൈമറി അമൈൻ കിട്ടുകയും ചെയ്യും. നോക്കി, ഇത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു താലിമൈഡ് എടുക്കുക, താലിമൈഡ് KOH ട്രീറ്റ് ചെയ്യുക, അതിനുശേഷം ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. എന്താണ് KOH ദെൻ ആൽക്കൈൽ ഹാലൈഡ്. അപ്പം നമുക്ക് ആൽക്കൈൽ താലിമൈഡ് കിട്ടും. ആൽക്കൈൽ താലിമൈഡിനെ NaOH വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പ്രൈമറി അമൈൻ കിട്ടും. അടുത്ത ഒരു നെയിമിംഗ് റിയാക്ഷനാണ് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു റിയാക്ഷനിലേക്ക് എത്തിച്ചേരാം. ആദ്യം പേര് പഠിക്കുക, ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ബ്രോമമൈഡ് എന്ന പേരിൽ നിന്നിട്ട് ബ്രോമിനും ഉണ്ട് അമൈഡും ഉണ്ട്. ഓക്കെ, ഒരു ബ്രോമിൻ എഴുതി കൊടുക്കുന്നതിനും വലിയ പാടില്ല, ഒരു അമൈൻ എഴുതി കൊടുക്കുന്നതിനും പാടില്ല. ഓക്കെ, ഒരു അമൈഡ്, അമൈൻ അല്ല അമൈഡ്. ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പം ഹോഫ്മാൻസിലെ ബ്രോമിനും ഉണ്ട് അമൈഡിനെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു NaOH ആണ്. അത്തരത്തിൽ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന പ്രിപ്പറേഷൻ ഓഫ് അമൈൻസ് ആണല്ലോ. അപ്പം നമുക്ക് ഫോം ചെയ്യുന്ന സാധനം ഒന്ന് RNH2 ആയിരിക്കും.
അതല്ലേ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോഫ്മാൻസ് ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു ബ്രോമിനും ഒരു അമൈഡും എടുത്തിട്ട് എണ്ണ ഒഴിച്ചുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അമീൻ ഫോം ചെയ്യുന്നു. പിന്നെ ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടർ വരുന്നുണ്ട്, Na2CO3, സോഡിയം കാർബണേറ്റ് വരുന്നുണ്ട്, NaBr വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് എഴുതി കൊടുക്കുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന റിയാക്ഷനാണ് ഹോഫ്മാൻസ് ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അടുത്ത നമുക്ക് എന്താ പറയുക, നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ അറിയാം ഫിഷി ഓർഡർ ആണ്, അതുപോലെ കളർലെസ് ആണ് ഈ അമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇവിടെ അറിയേണ്ടത് 2 പോയിന്റുകളാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് അമൈൻ, പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ എന്താണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ്സ് പ്രൈമറി അമൈൻ ആയിരിക്കും കൂടുതൽ, അതിനുശേഷമാണ് സെക്കൻഡറി അമൈൻ വരുന്നത്, അതിനുശേഷമാണ് ടെർഷറി അമൈൻ വരുന്നത്. അപ്പം കമ്പാരിസൺ ഓഫ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് അമൈൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ് സോലബിലിറ്റി ഓഫ് അമീൻ. എന്താണ് സോലബിലിറ്റി? അപ്പോൾ സോലബിലിറ്റി ഓഫ് അമീൻ മനസ്സിലായല്ലോ. അതും പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷറി അമീൻ എന്ന് പറയുന്നതാണ്. ഈ ഒരു ട്രെൻഡ്, പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷറി എന്ന് പറയുന്ന ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ബോയിലിംഗ് പോയിന്റിനും ആൻസറായി, സോലബിലിറ്റിക്കും ആൻസറായി. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് കുറച്ച് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ഒരു പോയിന്റ് കൂടെ നോക്കേ. ആൽക്കഹോൾസ്, ഈ ബോയിലിംഗ് പോയിന്റ് പറയുമ്പോഴത്തേക്ക് ആൽക്കഹോൾസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് പ്രൈമറി അമൈൻ, അത് കഴിഞ്ഞ് സെക്കൻഡറി അമൈൻ, അത് കഴിഞ്ഞ് ടെർഷറി അമൈൻ, അത് കഴിഞ്ഞ് ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ടേബിളൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ട് പഠിച്ചോണം. അടുത്തതായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമൈൻസ് എന്ന് പറയുന്ന സാധനമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബേസിക് ക്യാരക്ടർ ഓഫ് അമൈൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ബേസിക് ക്യാരക്ടർ ഓഫ് അമൈൻ, അമൈൻ്റെ ബേസിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അമൈൻ ബീങ് ബേസിക് നേച്ചർ റിയാക്ട് വിത്ത് ആസിഡ്സ് ടു ഫോം സാൾട്ട്. അമീൻ ബേസിക് ആണ്, അത് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ട് ഫോം ചെയ്യും. കണ്ടോ റിയാക്ഷനിൽ ഫോം ചെയ്തേക്കുന്നത് RNH2 plus HX റിവേഴ്സിബിൾ gives RNH3 plus X minus സാൾട്ട് ഫോം ചെയ്തു. അതിൻ്റെ ഒരു അരയിൽ രീതിയിലുള്ള റിയാക്ഷനും കണ്ടോ. അനിലിനെ HCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അനിലിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടോ. അപ്പം ഈ ഒരു റിയാക്ഷൻ പഠിച്ചു വെക്കേണ്ടതായിട്ടാണ്. ബേസിക് ക്യാരക്ടർ ഓഫ് അമൈൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതി കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ pKb വാല്യൂ ഓഫ് അമോണിയ ഈസ് 4.75 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൂടി പഠിച്ചു വെക്കണം. ദെൻ നമുക്ക് നെക്സ്റ്റ് പേജ് നമുക്ക് തുറക്കാം. അവിടെ നമുക്ക് സോലബിലിറ്റിയുടെ ഇവിടെ കുറച്ച് ഓർഡറാണ് പഠിക്കാനുള്ളത്, അതെല്ലാം സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോലബിലിറ്റിയുടെ ഓർഡർ ഓൾറെഡി പറഞ്ഞതാണ്. പ്രൈമറി അമൈൻ ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി അമൈൻ ഗ്രേറ്റർ ദാൻ, ടെർഷറി അമൈൻ. ബോയിലിംഗ് പോയിന്റിന്റെ കേസിലും സെയിം ഓർഡർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത ഓർഡർ ഓഫ് ബേസിസിറ്റി എന്ന് പറയുന്ന സാധനമാണ്. ബേസിസിറ്റിയുടെ ഓർഡർ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഈ ഇത് ഫോളോ ചെയ്യും. RNH2 ഗ്രേറ്റർ ദാൻ, NH3 ഗ്രേറ്റർ ദാൻ, NH3 എന്ന് വെച്ചാൽ ബെൻസീൻ വരുന്ന രീതിയിൽ, അനിലിൻ അന്ന് ഉദ്ദേശിച്ചാൽ മതി. അടുത്ത ഓർഡർ ഓഫ് ബേസിസിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഓർഡർ ഓഫ് ബേസിസിറ്റിയാണ്. ഗേഷ്യസ് ഫേസിലുള്ളതാണ് ഇത് പറയുന്നത്. ബാക്കി അക്വസ് ഫേസിലൊക്കെ ചോദിച്ചാൽ ഈ ഓർഡർ ഫോളോ ചെയ്യും. ഗേഷ്യസ് ഫേസിൽ ഓർഡർ ഓഫ് ബേസിസിറ്റി ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓർഡർ ഓഫ് ബേസിസിറ്റി അക്വസ് ഫേസിലാണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടെർഷറി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കണ്ടോ. ഇത് നോക്കേ, ഇത് മൂന്നും പഠിക്കേണ്ടതാണ്. ഓർഡർ ഓഫ് ബേസിസിറ്റിയുടെ 3 കേസ് ഇത് ഓക്കെയാണ്. RNH2 ഗ്രേറ്റർ ദാൻ, NH3 ഗ്രേറ്റർ ദാൻ, ബെൻസീൻ വരുന്ന ഒരു റിങ്, ഒരു അരൈൽ കോമ്പൗണ്ട്. അടുത്ത നമ്മൾ ഓർഡർ ഓഫ് ബേസിസിറ്റി രണ്ടാമത്തെ കേസ് പഠിക്കുമ്പോഴത്തേക്ക് അത് പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ എന്നീ കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നോക്കിയേ, ഗേഷ്യസ് ഫേസിലാണെങ്കിൽ ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി എന്ന് പറയും. ഇനി അക്വസ് ഫേസിലാണെങ്കിലോ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടെർഷറി. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പല എക്സാമുകൾക്കും ഈ ഒരു കണ്ടീഷനും ഈ ഒരു സ്റ്റേറ്റും ഈ ഒരു ഫേസും തന്നിട്ട് നമ്മളെ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്തൊരു കാര്യമാണ് അമിനോ ബെൻസീൻ, അല്ലെങ്കിൽ ഈ അമിനോ ബെൻസീൻ്റെ റെസൊണൻസ് ഹൈബ്രിഡിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുന്ന ഒരു കാര്യമുണ്ട്.
അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അനിലിനിയം അയോണും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അമിനോ ബെൻസീനും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ആളാണ് സ്റ്റേബിൾ. അനിലിൻ നോക്കെ നൈട്രജൻ്റെ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിങ്ങോട്ട് ചാടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും 1, 2, 3, 4, 5 സ്ട്രക്ചർ അതിന് പോസിബിൾ ആണ്. പക്ഷേ അനിലിനിയം അയണിന് ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടിട്ട് അവിടെ അതേപോലെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഒരുപാട് കിട്ടില്ല. അപ്പം ഈ ഒരു കാരണം കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം അനിലിൻ അല്ലെങ്കിൽ അമിനോ ബെൻസിൻ ആണ് ഏറ്റവും സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് അനിലിനിയം അയോൺ. അതാണ് താഴെ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു കമ്പാരിസൺ. ദെൻ നമുക്ക് അടുത്ത പേപ്പർ തുറക്കാം. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ഇവിടെ നമുക്ക് ആൽക്കൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. നമ്മൾ +2 അമൈൻസ് അണ്ടർഗോ ആൽക്കൈലേഷൻ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. റെഫർ യൂണിറ്റ് 10 ക്ലാസ് +2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനപ്പോൾ ഈ ചാപ്റ്ററിൽ അധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെമിക്കൽ റിയാക്ഷൻസിൽ അഗെയിൻ പഠിക്കാനുള്ള അസൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. അസൈലേഷൻ റിയാക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് നമുക്ക് കാർബിലമീൻ റിയാക്ഷനിലേക്ക് പോകാം. വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു റിയാക്ഷനാണ് കാർബിലമീൻ റിയാക്ഷൻ. അപ്പോൾ കാർബിലമീൻ റിയാക്ഷൻ അത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി എന്ന് വെച്ചാൽ അത് ഐസോസയനൈഡ് ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാർബിലമീൻ റിയാക്ഷൻ? ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ക്ലോറോഫോം ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നു എന്നിട്ടുള്ളതൊരു പ്രത്യേകതയാണ്. അപ്പോൾ RNH2 + CHCl3 പറയുന്ന പേരാണ് ക്ലോറോഫോം. അതുപോലെ KOH ട്രീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ RNC ഐസോസയനോ എന്ന് പറയുന്ന ഐസോസയനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. അതുപോലെ KClH2O എന്ന് പറയുന്ന സാധനം കൂടെ ഫോം ചെയ്യും. അപ്പോൾ കാർബിലമീൻ റിയാക്ഷൻ മനസ്സിലായല്ലോ. അതെന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ് അമീനിൻ്റെ. അപ്പം ഈ ഒരു റിയാക്ഷൻ ക്ലോറോഫോമിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ റിയാക്ഷൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. RNH2 + CHCl3 + KOH ഹീറ്റ് ചെയ്യുക, RNC ആയിട്ട് മാറും, ഐസോസയനൈഡ് ആയിട്ട് മാറും, +KCl + H2 ആയിട്ട് മാറും. അടുത്ത റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പം നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ആ ഒരു റിയാക്ഷൻ നോക്കിക്കേ. ഇത് സാൻമേസ് റിയാക്ഷൻ്റെ തുടക്കം ഭാഗം വരുന്ന ഒരു റിയാക്ഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാൻമേസ് റിയാക്ഷൻ അല്ല, അതിനകത്ത് നമ്മൾ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന രീതിയിൽ പോലെ ഒരു റിയാക്ഷൻ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ പറയാം, അമൈൻ ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് HNO2 ട്രീറ്റ് ചെയ്താൽ റൂം ടെമ്പറേച്ചറിൽ എന്താ ബെൻസിൻ ഡൈസോണിയം സാൾട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. RNH2 + HNO2 എന്ന് വെച്ചാൽ NaNO2 + HCl ആണ്. ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് HNO2 എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ എഴുതിയേക്കുന്നുണ്ടോ, HNO2 ഗീസ് NaNO2 + HX എന്ന് എഴുതിയേക്കുന്നുണ്ടോ മാർക്കർ വെച്ചിട്ട്. അപ്പോൾ അതേപോലെയാണ് എഴുതുന്നത്. അപ്പോൾ RNH2 + HNO2 ഗീസ് RN + Cl-. അതിനെ ഒന്ന് വാട്ടർ ആഡ് ചെയ്താൽ ROHും N2ഉം HCl ആയിട്ട് മാറും. അതും ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ആരോമാറ്റിക് അമൈൻസിൻ്റെ റിയാക്ഷൻ കണ്ടോ. ഇതാണ് ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സാൻമേസ് റിയാക്ഷൻ്റെ തുടക്ക ഭാഗത്തുള്ള റിയാക്ഷൻസ് കണ്ടോ. അവിടെ അമിനോ ബെൻസീന് പ്രൈമറി ആരോമാറ്റിക് അമൈനായിട്ടുള്ള അമിനോ ബെൻസീൻ എടുത്തിട്ട് അതിനെ NaNO2 + HCl 278 കെൽവിൻ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ. അപ്പം എന്നാ പറയുന്നുണ്ട്, റൂം ടെമ്പറേച്ചർ അല്ല, ഐസ് 273 എന്ന് പറയുമ്പോൾ 0 ടെമ്പറേച്ചർ അല്ല, റൂം ടെമ്പറേച്ചർ അല്ല, 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിലോട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും എന്ന് പറയുന്നൊരു കാര്യം. ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡിനെ പിന്നെ ട്രീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണല്ലോ എന്താ, ക്ലോറോ ബെൻസിനോ ബ്രോം ബെൻസിനോ ഫോം ചെയ്തതിന് പറയുന്ന പേരാണല്ലോ സാൻമേസ് റിയാക്ഷൻ. അതവിടെ ഇത് ജസ്റ്റ് അതിൻ്റെ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് തന്നെ നമ്മൾ ആലോചിച്ച് പഠിച്ചാൽ മതിയാകും. അടുത്തയാണ് റിയാക്ഷൻസ് വിത്ത് അറൈൽ സൾഫണൈൽ ക്ലോറൈഡ്. ഹിൻസ്ബർഗ്സ് റിയേജന്റ് എന്ന് പറയുന്ന സാധനമാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ ഹിൻസ്ബർഗ്സ് റിയേജന്റ് അല്ലെങ്കിൽ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം അമൈനുമായിട്ട് നല്ല ഒരു റിലേഷൻ ഉള്ള സാധനമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ബെൻസീൻ സൾഫോനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞില്ല, അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ കണ്ടില്ലേ. അത് പ്രൈമറി അമൈനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ
ഉണ്ടാവുന്ന അഡക്റ്റ് കോമ്പൗണ്ട് അത് ആൽക്കലിയിൽ സോലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ റിയാക്ഷൻസ് ഒന്ന് നോക്കെ. ബെൻസീൻ സൾഫനൈൽ ക്ലോറൈഡ് പ്രൈമറി അമൈൻ ഗീവ്സ് എൻ ഇഥൈൽ ബെൻസീൻ സൾഫണമൈഡ് ഫോം ചെയ്യും. അത് സോലബിൾ ഇൻ ആൽക്കലി എന്നാണ് പറയുന്നത്. കണ്ടോ ആ റിയാക്ഷൻ? ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ സെക്കൻഡറി അമൈൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെക്കൻഡറി അമൈൻ ബെൻസീൻ സൾഫനൈൽ ക്ലോറൈഡിന്റെ കൂടെ ട്രീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അഡക്റ്റ് പ്രോഡക്റ്റ് NN ഡൈ ഈഥൈൽ ബെൻസീൻ സൾഫണമൈഡ് എന്ന് പറയുന്ന സാധനമാണ്. അത് ആൽക്കലിയിൽ ഇൻസോലുബിൾ ആണ്. അപ്പൊ എന്താ, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സാധനം പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷ്യറി അമൈൻ എന്നീ സാധനങ്ങളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പ്രൈമറി അമൈൻ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന അഡക്റ്റ് ആൽക്കലിയിൽ സോലുബിൾ ചെയ്യുന്ന സാധനമാണ്. ഇനി സെക്കൻഡറി അമൈൻ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന അഡക്റ്റ് പ്രോഡക്റ്റ് ആൽക്കലിയിൽ ഇൻസോലുബിൾ ആണ്. ഇനി നമുക്ക് ടെർഷ്യറി അമൈൻ ആണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാലാണ്ട് എഴുതിയേക്കുന്നുണ്ടോ, ടെർഷ്യറി അമൈൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ടെസ്റ്റാണ്, ഹിൻസ്ബർഗ്സ് ടെസ്റ്റ് എന്ന് പറയുന്നുള്ള സാധനം. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് യൂസ് ചെയ്തിട്ട് പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷ്യറി അമൈൻ എന്നിവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണിത്. പ്രൈമറി അമൈനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? ഉണ്ടാവുന്ന അഡക്റ്റ് ആൽക്കലിയിൽ സോലുബിൾ ആണ്. സെക്കൻഡറി അമൈനായിട്ട് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ട്രീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അഡക്റ്റ് ആൽക്കലി ഇൻസോലുബിൾ ആണ്. ടെർഷ്യറി അമൈൻ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള സാധനത്തിന്റെ അഡിഷൻ എന്നാണ് പറയുന്നത്. ഇലക്ട്രോഫൈൽ ന്യൂക്ലിയസ് റിച്ച് ആയിട്ടുള്ള സാധനത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അമിനോ ഗ്രൂപ്പ് അല്ലെ NH3 അമിനോ ബെൻസീൻ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് വെച്ചാൽ ആണ്ടെ NH2 എന്നല്ല ഇത് സംഭവം. NH2 എന്ന് പറയുന്ന നൈട്രജൻ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ നൈട്രജന്റെ അവിടെ കിടക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ചാടി ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഉണ്ടാകുന്ന ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരറ്റത്തേക്ക് മാറും. അപ്പൊ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഓർത്തോ പാരാ പൊസിഷനുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് ഓരോ ഓർത്തോ പാരയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഓർത്തോ പാര പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് വരികയും പോസിറ്റീവ് ചാർജുള്ള BR എന്ന് പറയുന്ന സാധനം ഇലക്ട്രോഫൈൽ പോസിറ്റീവ് ചാർജുള്ള സാധനം ഇവിടെ ആ നെഗറ്റീവ് ചാർജ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓർത്തോ പാരാ പൊസിഷനിലേക്ക് പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാ ഫോം ചെയ്യുന്ന സാധനമാണ് 2,4,6 ട്രൈ ബ്രോമോ ആനിലിൻ എന്ന് പറയുന്ന സാധനം ഫോം ചെയ്തു. ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, അതിലെ ബ്രോമിനേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അപ്പം ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിലൂടെ തന്നെ ബ്രോമിനേഷനും പഠിക്കാൻ നമുക്കൊരുപോലെ, അതുപോലെ നൈട്രേഷൻ പഠിക്കാം. നൈട്രേഷൻ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ HNO3, H2SO4 എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഓർക്കുക. അത് വെച്ചിട്ടാണ് NO2 എന്ന് പറയുന്ന ഗ്രൂപ്പ് നൈട്രേഷൻ NO2 ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നത്. സൾഫണേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് SO3H ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ SO3H ആഡ് ചെയ്യണമെങ്കിൽ H2SO4 വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ്. അടുത്തൊരു കാര്യമാണ് ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്ന സാധനം. ഡയസോണിയം സാൾട്ടിലൂടെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡൈസോണിയം സാൾട്ട്, ഡൈസോണിയം സാൾട്ടിനെ ArN2X- എന്ന് പറയുന്ന സാധനമാണ് ഡൈസോണിയം സാൾട്ട്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്നൊക്കെ പറയാം. XCl ആണെങ്കിൽ, X എന്ന് പറയുന്ന സാധനത്തിന് വരെ CL ആണെങ്കിൽ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിയാക്ഷൻ പഠിക്കാം. അപ്പം CuCl2 ബാർ HCl-മായിട്ട് ട്രീറ്റ് ചെയ്താൽ ArCl ഫോം ചെയ്യും, N2 ഫോം ചെയ്യും. അത് CuBr2 ഫോം ചെയ്താൽ ArBr ഫോം ചെയ്യും. ഈ റിയാക്ഷൻ ആണ് ശരിക്കും ഈ ഒരു സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനെ ട്രീറ്റ് ചെയ്യുക Cu2Cl2 എന്ന് പറയാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ടോ, മുകളിൽ എഴുതിക്കുന്നുണ്ടോ, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്നൊക്കെ പറയാം. അപ്പം ഈ സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്? ഇവിടെ അല്ല പഠിക്കുന്നത്, ഇതിന് മുമ്പും പഠിക്കുന്നുണ്ട്. സാൻഡ്മേഴ്സ് റിയാക്ഷൻ ഹാലോ ആൽക്കീൻസ് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഇത് പഠിച്ചു വെച്ചാൽ ഇതൊക്കെ ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വിടാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം അതൊക്കെ പഠിച്ചു വെച്ചോടെ. ഓക്കെ, അടുത്ത അയഡൈഡ്. ഇപ്പം
ഡയസോണിയം സാൾട്ട് എടുത്തിട്ട് അവിടെ KI ആണ് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ARI എന്ന് പറയുന്നിട്ടുള്ള സാധനം ഫോം ചെയ്യും പ്ലസ് KCl. അടുത്ത ദാണ്ടെ ഫ്ലൂറിൻ അയൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ HbF4 എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്താൽ മതി. ഫ്ലൂറോബോറിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ട്രീറ്റ് ചെയ്താൽ അവിടെ ARF എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത എന്താ, ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റീപ്ലേസ്മെൻറ്റ് ബൈ NO2 ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തുവാ അപ്പം ഈ ഒരു റിയാക്ഷനിൽ ബെൻസീൻ ഡയസോഡിയം ക്ലോറൈഡ് ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് വെക്കുമ്പോഴത്തേക്ക് അഡക്റ്റിന് അവിടെ BF4 എന്ന് പറയുന്ന സാധനം അവിടെ കയറി വരുന്നു. ഓക്കെ, N2 + BF4 മൈനസ്. അപ്പം ആ ഒരു സാധനത്തിനെ NO2 ബാർ കോപ്പർ അത്രയും വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നൈട്രോബെൻസീൻ എന്ന് പറയുന്ന സാധനവും N2 + NaBF4 എന്ന് പറയുന്ന ഒരു സാധനവും ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഒരു കാര്യം. പിന്നെ ഈ ഒരു റിയാക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ, വലിയതായിട്ട് പഠിക്കാനൊന്നുമില്ല. അപ്പം ഇത്രയും ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. തീർന്നെന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി നിങ്ങളൊന്ന് ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ്സ് ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ്സ് ഇടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ബൈ.